തന്മധ്യേ പരമകലാതി കുശല സൂക്ഷ്മാതിസൂക്ഷ്മാം പരാ നിത്യാനന്ദ പരമ്പരാതി വിഗളധ പീയൂഷധരാധരാം ബ്രഹ്മാണ്ഡാദികടാഹമേവ സകലം യദ്ഭാസയാ പാസതേ സേയം ശ്രീ പരമേശ്വരി വിജയതേ നിത്യപ്രബോധോധയാം. കുണ്ടലിനിയിൽ നാഥരൂപമായി ശ്രീ പരമേശ്വരി പരാശക്തിയായി ശോഭിക്കുകയും സൂക്ഷ്മത്തിലും സൂക്ഷ്മരൂപമായി അതിസമർത്ഥയുമായി നിലനിൽക്കുകയും ചെയ്യുന്നു. നിത്യാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിങ്കൽ നിന്ന് ക്രമമായി ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന അമൃതധാരയെ ദേവി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രകാശത്താൽ ബ്രഹ്മാണ്ഡം മുതൽ പിണ്ഡം വരെ സമസ്ത ലോകങ്ങളും പ്രകാശിക്കുകയും നിത്യമായ ജ്ഞാനത്തെ ഉദയം ചെയ്യിക്കുകയും ചെയ്യുന്നു. സ്വയംഭൂലിംഗത്തിൽ ചുറ്റിക്കിടക്കുന്ന കുണ്ടലിനിയുടെ മുകൾ ഭാഗത്ത് നൂലിൻ്റെ ആകൃതിയിൽ ലിംഗാഗ്രം വരെ സ്ഥിതി ചെയ്യുന്ന പരാശക്തിയെ പറയുന്നു. സൃഷ്ടിയെ സമ്പാദിക്കാനുള്ള യോഗത രൂപമായ സാമർഥ്യത്തോടുകൂടി സഗുണത്തിൽ നിന്നും ശക്തിയും, ശക്തിയിൽ നിന്ന് നാദവും, നാദത്തിൽ നിന്ന് ബിന്ദുവും, ബിന്ദുവിൽ നിന്ന് കുണ്ടലിനിയും, കുണ്ടലിനിയിൽ നിന്ന് അവാന്തര രൂപമായ ചിത്കലയും ഉത്ഭവിക്കുന്നു. ഇപ്രകാരമാണ് ആനന്ദനാഥ നിത്യാനന്ദ പരമ്പര. നിത്യാനന്ദത്തിൽ നിന്ന് പടിപടിയായി, അതായത് നിത്യാനന്ദത്തിൽ നിന്ന് ബിന്ദു, അതിനു പിന്നിൽ ആജ്ഞാചക്രം, അതിനു പിന്നിൽ വിശുദ്ധിചക്രം, ഇപ്രകാരം ക്രമത്തിൽ മൂലാധാരം വരെ സ്രവിച്ചുകൊണ്ടിരിക്കുന്ന അമൃതധാരയെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുണ്ടലിനിയിൽ സ്ഥിതി ചെയ്യുന്ന പരാശക്തി അതിൻ്റെ മധ്യത്തിൽ പരാശക്തി കുണ്ടലിനിയിൽ നിന്ന് ഭിന്നയല്ലെന്ന് ആശയം വ്യക്തമാക്കുന്നു. സർവശ്രേഷ്ഠയായ ശക്തി ആകയാലാണ് പരാശക്തി എന്ന് പറയുന്നത്. പരാശക്തി സൃഷ്ടി സമ്പാദനത്തിൽ അത്യന്തം സാമർഥ്യമുള്ളവളാകുന്നു. സൂക്ഷ്മത്തിലും സൂക്ഷ്മമാകയാൽ ആകൃതി ഇല്ലാത്തതുമാകുന്നു. നിത്യാനന്ദമായ ബ്രഹ്മത്തിൽ നിന്ന് ക്രമമായി സ്രവിച്ചുകൊണ്ടിരിക്കുന്ന അമൃതധാരയെ ശക്തി സ്വീകരിക്കുന്നു. കുണ്ടലിനി ശരീരത്തിൻ്റെ മധ്യഭാഗത്തിൽ ബ്രഹ്മദ്വാരത്തിൽ നിന്ന് അമൃതപാനം ചെയ്യുന്നു. നിത്യാനന്ദ പരമ്പരാതി ചപല വിദ്യുല്ലത തീതിഥി. നിത്യാനന്ദ പരമ്പര എന്നാൽ നിരന്തരമായ ആനന്ദനാദ സ്വരൂപമാണ് എന്നർത്ഥം. നിത്യാനന്ദം നിർഗുണ ബ്രഹ്മമാകുന്നു. സഗുണങ്ങളും, സഗുണത്തിൽ നിന്ന് ശക്തിയും, ശക്തിയിൽ നിന്ന് നാദവും, നാദത്തിൽ നിന്ന് ബിന്ദുവും, ബിന്ദുവിൽ നിന്ന് കുണ്ടലിനിയും, കുണ്ടലിനിയുടെ അവാന്തര രൂപമായ ചിത്കലയും ജനിക്കുന്നു. നിത്യാനന്ദ പരമ്പര, ആനന്ദനാദ പരമ്പര വിഗളിത് പീയൂഷധാരാധര കുണ്ടലിനിയുടെ ഏകവിശേഷണമായിട്ടെടുത്താൽ അതിൻ്റെ നിത്യാനന്ദമായ ബ്രഹ്മത്തിനു പരമമായ ബിന്ദു, പരമമായ ആജ്ഞാചക്രം, ആജ്ഞാചക്രത്തിനു പിന്നിൽ വിശുദ്ധി ചക്രം, വിശുദ്ധി ചക്രത്തിനു പിന്നിൽ അനാഹത ചക്രം, അനാഹത ചക്രത്തിനു പിന്നിൽ മണിപൂരകം, മണിപൂരകത്തിനു പിന്നിൽ സ്വാധിഷ്ഠാന ചക്രം, സ്വാധിഷ്ഠാന ചക്രത്തിനു പിന്നിൽ മൂലാധാര ചക്രം എന്നിങ്ങനെ ക്രമത്തിൽ സ്ഥിതി ചെയ്യുന്നു. മൂലാധാര ചക്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നു. സ്വയംഭൂലിംഗത്തിലെ ഛിദ്രമാണ് ബ്രഹ്മദ്വാരം. ബ്രഹ്മദ്വാരം വരെ നിത്യാനന്ദ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അമൃതധാര ഒഴുകുന്നു. ബ്രഹ്മദ്വാരമുഖത്തിൽ നിന്ന് കുണ്ടലിനി
ശരീരവുമായി അഭേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പരമേശ്വരി എന്ന പരാശക്തി അമൃതപാനം ചെയ്യുന്നു. കൂടാതെ ബ്രഹ്മാണ്ടം ബൃഹത് രൂപത്തിലും പിണ്ഡാണ്ടം സൂക്ഷ്മരൂപത്തിലും ഉള്ളതാകുന്നു. ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പിണ്ഡം വരെയുള്ള സകല പദാർത്ഥങ്ങളെയും സ്വതേജസാൽ പ്രകാശിപ്പിക്കുകയും നിത്യമായ ജ്ഞാനോദയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ധ്യാത്യൈ തന്മൂലാചക്രാംധര വിവരലസത്കോടി സൂര്യപ്രകാശം വാചാമീശോ നരേന്ദ്ര സ ഭവതി സഹസാ സർവവിദ്യാവിനോദി ആരോഗ്യം തസ്യ നിത്യം നിരവധി ച മഹാനന്ദ ചിത്താന്തരാത്മാ വാക്യൈ കാവ്യപ്രബന്ധയ്യ സകല സുരഗുരുൻ സേവതൈ ശുദ്ധശീലൈ. മൂലാധാര ചക്രത്തിൻ്റെ ഉള്ളറയിൽ ലസിച്ചുകൊണ്ടിരിക്കുന്നതും കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലുള്ള കാന്തിയോടുകൂടിയും ആയ കുണ്ടലിനി ശക്തിയെ ധ്യാനിക്കുന്നവൻ വാഗ്പതിക്ക് സമാനവനായും രാജാവായും സമസ്ത വിദ്യയിലും നിപുണനായും മാറുന്നു. അവൻ ആരോഗ്യവും നിത്യ ആനന്ദനുമായിത്തീരുന്നു. അറിവും മാധുര്യവുമുള്ള അർത്ഥവസ്തുക്കളായ കാവ്യപ്രപഞ്ചങ്ങളാൽ സകല ദേവതകൾക്കും ആരാധനായ ശുദ്ധശീലനായിത്തീരുന്നു. ധ്യാത്യൈ തന്മൂലയ്യ ചക്രാന്തര വിവരലസത കോടി സൂര്യപ്രകാശം വാചോമീശോ നരേന്ദ്ര സ ഭവതി സഹസാ സർവവിദ്യാ വിനോദി ആരോഗ്യം തസ്യ നിത്യം നിരവധി ച മഹാനന്ദ ചിന്താന്തരാത്മാ വാക്യൈ കാവ്യപ്രബന്ധയ്യ സകല സുരാഗുരുൻ സേവതൈ ശുദ്ധശീല. മൂലാധാര ചക്രത്തിൻ്റെ ഉള്ളറയിൽ ലസിച്ചുകൊണ്ടിരിക്കുന്നതും കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലുള്ള കാന്തിയോട് കൂടിയതും ആയ കുണ്ടലിനി ശക്തിയെ ധ്യാനിക്കുന്നവൻ വാഗ്പതിക്ക് സമാനനായും രാജാവായും സമസ്ത വിദ്യയിലും നിപുണനായും മാറുന്നു. അവൻ ആരോഗ്യയായും നിത്യാനന്ദനുമായി തീരുന്നു. അറിവും മാധുര്യവുമുള്ള അർത്ഥവസ്തുക്കളായ കാവ്യപ്രപഞ്ചങ്ങളാൽ സകല ദേവതകൾക്കും ആരാധ്യനായ ശുദ്ധശീലനായിത്തീരുന്നു. മൂലാധാര ചക്രത്തെയും അതിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനിയെയും ചിന്തിച്ചാലുള്ള ഫലത്തെപ്പറ്റി പറയുന്നു. ഇവ രണ്ടിനെയും ധ്യാനിക്കുന്നവൻ ബൃഹസ്പതിക്ക് തുല്യനായ സർവവിദ്യ വിചക്ഷണനായിത്തീരും. അല്പ ദിവസത്തിനുള്ളിൽ രോഗമുക്തനായിത്തീരുന്നു. അവൻ്റെ അന്തകരണം ഈശ്വര ചിന്തനത്തിന് അനുയോജ്യമാകും വണ്ണം നിർമ്മലമായിത്തീരുന്നു. സ്വരരചിതമായ കാവ്യ പ്രബന്ധാദികളാൽ ശ്രേഷ്ഠന്മാരായ ബ്രഹ്മാദി ദേവതകളെ പ്രസാദിപ്പിക്കുവാൻ കഴിയും വിധത്തിലുള്ള അവൻ്റെ വാക്ക് മന്ത്രസ്വരൂപമായിത്തീരുന്നു. സാധകൻ ശരീരവും മാനസികവുമായ രണ്ടുവിധ ശക്തിക്കും ശാന്തി ലഭിക്കുന്നു. മൂലാധാരം 4 ഇതളുകളോടുകൂടിയതും ഇതളുകൾ രക്തവർണ്ണത്തിലുമുള്ളതുമാകുന്ന താമരയാകുന്നു. സ്വർണ്ണ നിറത്തോടുകൂടിയുള്ള 4 അക്ഷരങ്ങൾ വ ശ ഷ സം യഥാക്രമം വം ശം ഷം സം എന്നിവയാകുന്നു. അതിൻ്റെ കർണികയിൽ ചതുര രൂപമായ ധാരാമണ്ഡലമുണ്ട്. ധാരാമണ്ഡലത്തിൽ 8 ശൂലങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. അതിനുള്ളിൽ അടിഭാഗത്തായി ധാരാബീജമായ ലം സ്ഥിതി ചെയ്യുന്നു. ഇതിന് 4 കരങ്ങളുണ്ട്.
ഐരാവതം എന്ന ആനയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്നു. ഐരാവതം മഞ്ഞ നിറത്തിലോടുകൂടിയതും അതിൻ്റെ തുമ്പിക്കൈയിൽ വജ്രത്തെ പിടിച്ചിരിക്കുന്നു. ലം എന്ന ബീജത്തിൻ്റെ അതീവ ധാരാബീജത്തിൻ്റെ അന്തർഗതമായി സ്ഥിതി ചെയ്യുന്ന ബിന്ദുവിൽ ബ്രഹ്മാവ് ചുവപ്പ് വർണ്ണത്തോടുകൂടി 4 കൈകളോടുകൂടി ഓരോ കരത്തിലും ദണ്ഡം, കമണ്ഡലു, രുദ്രാക്ഷമാല എന്നിവ വഹിക്കുകയും എല്ലാ ഭയങ്ങളെയും നീക്കുന്ന അഭയമുദ്രയെയും വഹിക്കുന്നു. ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ട്. ഈ കർണികയിൽ ഒരു ചുവപ്പ് താമരയും. അതിലാണ് ഈ ചക്രത്തിൻ്റെ അതിദേവതയായ ചക്രാധിഷ്ഠിതാത്രി അഥവാ ശക്തി ഡാകിനി സ്ഥിതി ചെയ്യുന്നത്. അവൾ രക്തവർണ്ണമുള്ളവളും 4 കരങ്ങളുമുള്ളവളും. ഈ കരങ്ങളിൽ ശൂലം, ഗഡ്വാംഗം, ഗഡ്ഗം, ചഷകം എന്നിവ ധരിച്ചിരിക്കുന്നു. കർണികയിൽ മിന്നൽ പിണർ പോലുള്ള ഒരു ത്രികോണത്തിൽ കാനവായുവും കാമബീജവുമായ ക്ലീം സ്ഥിതി ചെയ്യുന്നു. രണ്ടും ചുവപ്പ് നിറത്തിലുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ ശ്യാമവർണ്ണത്തോടുകൂടി സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നു. സ്വയംഭൂലിംഗത്തിൻ്റെ മുകളിൽ 3.5 ചുറ്റായി കുണ്ടലിനി സ്ഥിതി ചെയ്യുന്നു. ലിംഗത്തിൻ്റെ ഏറ്റവും മുകളിലായി ചിത്കല, പ്രകരണകല സ്ഥിതി ചെയ്യുന്നു.